നല്ല വാർത്ത നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ നമ്മുടെ ഭരണസുരാ കേന്ദ്രത്തിന്റെ സമര കവാടം എന്നറിയപ്പെടുന്ന ഗേറ്റ് കൂടി ഇതാ തുറക്കുകയാണ്. നോർത്ത് ഗേറ്റിൽ കൂടി ജീവനക്കാർ പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു. കമ്പിവേലികൾ കൊണ്ടുള്ള തടസ്സവും ഒരു വശത്തേക്ക് നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമാണ് ഇന്നുകൂടി. ഇന്നാണിത്. ടി.എസ്. ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, സമര ഗേറ്റാണ്, കുറെ കാലമായി അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ദാ തുറക്കുന്നു. പുതിയ വാതായനങ്ങൾ തുറക്കുകയാണോ? ഈ സമര ഗേറ്റ് എന്ന പേര് പിന്നെ വന്നതാണ്. ഇത് നോർത്ത് ഗേറ്റാണ്. ഈ നോർത്ത് ഗേറ്റാണ് പിന്നീട് ഇവിടെ ഒരു സമരമുഖമായപ്പോൾ പിന്നെ അത് സമര ഗേറ്റായി. പിന്നെ എല്ലായ്പ്പോഴും അടച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതാ തുറന്ന നോർത്ത് ഗേറ്റ് തുറന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. അതായത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ചില കൗതുകങ്ങൾ തോന്നി. അതിനു മുമ്പ് ഞാൻ മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അധികാരമേറ്റതിന് ശേഷം, പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ പ്രവൃത്തി ദിനമാണ്. അപ്പോൾ 10 മണി മുതൽ തന്നെ ഇതുവഴി ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലൊക്കെ ജീവനക്കാർ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോണ കന്റോൺമെന്റ് ഗേറ്റ് വഴിയാണ്. പക്ഷേ ഇന്ന് ജീവനക്കാരൊക്കെ ഇതുവഴിയാണ് കയറി അകത്തേക്ക് പോയത്. പക്ഷേ മന്ത്രിമാരുടെ വാഹനങ്ങളൊന്നും ഇതുവഴി പോയിട്ടില്ല ഇതുവരെ. അവരെല്ലാം കന്റോൺമെന്റ് ഗേറ്റ് വഴിയാണ് വരുന്നതും പോകുന്നതും ഒക്കെ നിലവിൽ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മന്ത്രിമാരുടെ വാഹനങ്ങൾ വരുമോ ഇല്ലേ എന്ന് എനിക്ക് കണ്ടറിയണം. ഇനി ഞാൻ കൗതുകം തോന്നിയെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇവിടെ എപ്പോഴും സമരം നടക്കുന്നത് കൊണ്ട് തന്നെ ബാരിക്കേഡ് വെച്ച് ഇവിടെയൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണാറുള്ളത്. ഇവിടെ പോലീസ് കയറ് കെട്ടി വെച്ചേക്കും. ഇവിടെ ബാരിക്കേഡ് എല്ലാം നിരത്തി വെച്ചിട്ട് കയറ് കെട്ടി വെച്ചേക്കും. ആ കയറൊക്കെ ദ്രവിച്ചു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി തോന്നുന്നു. ആ അഴിച്ചിട്ട കയറൊക്കെ അവിടെ കാണാം. ഇനി മറ്റൊന്ന്, ഇവിടെ ഒരു ബോർഡുണ്ട്. നോർത്ത് ഗേറ്റ് സന്ദർശന സമയം വൈകുന്നേരം 3 മുതൽ 5 വരെ. ഈ ബോർഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? അപ്പോൾ ഇത്രയും നാൾ ഈ ബോർഡ് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ ബാരിക്കേഡൊക്കെ വെച്ച് മറച്ച് ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം വൈകുന്നേരം 3 മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഇതുവഴി പബ്ലിക്കിന് പ്രവേശനമുള്ളതായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ മാറി. അതൊന്നും അറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. കന്റോൺമെൻറ്റ് ഗേറ്റ് വഴി പബ്ലിക്കിനെ അകത്തേക്ക് കയറ്റി പാസ് എടുത്തിട്ട് കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇനി ഞാൻ വേറൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ, അത് കുറേ നാളായി ഇവിടെ ഉള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെൽ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സ്ഥിരമായി ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആരും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലല്ലേ അത് ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കൂടി എനിക്ക് ഇവിടെ നിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൂ. ഇതിപ്പോൾ സമരമുഖം എന്നൊക്കെ പറയുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇന്നെന്തായാലും ഒരു നല്ല ദിവസമാണ്, നല്ല കാഴ്ചകളാണ് കാണുന്നത്. അത് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.